വളരെ സന്തോഷത്തിലായിരുന്നു. കൂടെ കൂടെ എന്നോട് പറഞ്ഞു, പത്മയുടെ അടുത്തെത്തിയപ്പോ രഞ്ജിത്തിന്റെ വിവാഹത്തെ കുറിച്ച് സംസാരിച്ചപ്പോ ഇതുവരെ അനുഭവിക്കാൻ പറ്റാത്തൊരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്ന്. എന്നിട്ടിപ്പോ കണ്ടില്ലേ, എന്റെ ഉദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. വന്ദന, ഒന്ന് സമാധാനത്തിലിരിക്കെ. ഏട്ടനൊന്നും സംഭവിക്കില്ല. നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കൊണ്ടുപോവാം. മമ്മി, അയ്യോ, മോളെ, അമ്മ വളരെ അപ്സെറ്റ് ആണ്. മോള് ചെന്നൊന്ന് ആശ്വസിപ്പിക്കേ. മമ്മി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഡാഡിക്കൊന്നും സംഭവിക്കില്ല. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. എന്റെ ഉദയ്, ഡോണ്ട് വറി മമ്മി. ഡോക്ടർ, ഏട്ടന്റെ കണ്ടീഷൻ കുറച്ച് പ്രശ്നമുണ്ട്. BP വളരെ താഴ്ന്നിരിക്കുക. അയ്യോ, പൾസും വളരെ വീക്കാ. ഡോക്ടർ എല്ലാവരുടെയും കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെ സംഭവിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു ആപ്പിള് കഴിച്ചിരുന്നു. ആ ആപ്പിള് കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനൊക്കെ. അദ്ദേഹം മാത്രമാണോ ആപ്പിള് കഴിച്ചത്? ഇപ്പോ ഏട്ട മാത്രം കഴിച്ചേ. ഈ കഴിച്ചു എന്ന് പറയുന്ന ആപ്പിള് കേടാവുകയോ മറ്റോ? ഇല്ല ഡോക്ടർ, ആപ്പിള് നല്ലതായിരുന്നു. ഓ, ഓക്കെ. കാരണം ഫുഡ് അലർജി ആണോ എന്നുള്ളത് ഇനിയും നോക്കേണ്ടിയിരിക്കുന്നു. എനിവേ, ട്രീറ്റ്മെന്റ് ഓൾറെഡി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പം കഴിഞ്ഞ് വിശദാംശങ്ങൾ പറയാം. ഡോക്ടർ, എങ്ങനെയെങ്കിലും അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കണ്ടീഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. മമ്മി, ഒരുപാട് നാൾക്ക് ശേഷം സന്തോഷത്തോടെ ഏട്ടൻ എന്നെ കാണാൻ വന്നതാ. എന്നിട്ടും ഏട്ടനെ സംരക്ഷിക്കാൻ എന്നെ കൊണ്ടും പറ്റില്ല. ഈശ്വരാ. ഇല്ല മമ്മി, ഒന്നും വരില്ല. രഞ്ജിത്ത്, ഡോണ്ട് വറി, യു വിൽ ബി ഓൾ റൈറ്റ്. താങ്ക് യു. രാജേട്ടൻ എന്തിനെടുത്ത്? പിന്നെ ഇതവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാന്? യോ രാജേട്ടാ, നടന്ന സംസാരങ്ങൾ കേട്ടതല്ലേ? അവരീ കുടുംബത്തിന്റെ ശത്രുക്കളാ. എൻ്റെ പൊന്നു മോളെ, ആളുകൾ തമ്മിലുള്ള വഴക്കിന് വേണ്ട ഈ പാവ ആപ്പിൾ എന്ത് ചെയ്തു? ഇടൂ, വന്ദനയെ ഹരിതയൊക്കെ ആശ്വസിപ്പിക്കേണ്ട ആളല്ലേ താൻ? എന്നിട്ട് താനിങ്ങനെ മാറി നിന്ന് കരഞ്ഞാലോ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? സത്യം പറഞ്ഞ ഏട്ടൻ്റെ വരവ് ജീവിതത്തിലെ മരവിപ്പുകളിൽ നിന്നൊരു മോചനായിരുന്നു എനിക്ക്.
നിങ്ങൾ പറ, അല്ലെങ്കിൽ എന്തായിരുന്നു എൻ്റെ ലൈഫ്? ഏതു നേരവും പകരം വീട്ടിൽ ശത്രുത. അതിനിടയിൽ ഏട്ടൻ വന്ന് കയറിയപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചു. മനസ്സിന്റെ ഭാരം കുറെ കുറഞ്ഞു. ഞാൻ കുറെ ചിരിച്ചു. എന്നിട്ട് പെട്ടെന്ന് ഇതൊക്കെ ഇല്ലാതാവുക എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞതിന് അത്ര തന്നെ ഗൗരവമൊന്നും കൊടുക്കണ്ട നമ്മള്. അവരെപ്പോഴും അങ്ങനെയാണല്ലോ. എനിക്ക് മനസ്സിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. എത്ര പെട്ടെന്ന് ഏട്ടന്റെ കണ്ടീഷനൊക്കെ അങ്ങ് മാറിയത്. BP കുറഞ്ഞു, പൾസ് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോ അയ്യോ, എന്തോ അപകടം വരുന്ന സൂചന പോലെ. പത്മ, ഏട്ടനോടുള്ള അമിതമായ ഇഷ്ടമാണ് തന്റെ ഇപ്പോഴത്തെ അമിതമായ പേടിക്ക് കാരണം. ട്രീറ്റ്മെന്റ് ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അവര് നോക്കട്ടെ. ഇതല്ല, ഇതിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം. ഏട്ടനും കുടുംബവും സന്തോഷത്തോടെ നമ്മളെ കാണാൻ വന്ന്, അത് സത്യ. പക്ഷെ നമ്മളെല്ലാരും സന്തോഷത്തോടെ ഏട്ടനോടും കുടുംബത്തിനോടും പെരുമാറിയോ? വന്ന നിമിഷങ്ങൾ മുതൽ പ്രശ്നങ്ങളായിരുന്നില്ലേ? രഞ്ജിത്തിനെ ഇഷ്ടപ്പെട്ടില്ല, ഹരിതയെ ഇഷ്ടപ്പെട്ടില്ല, വിവാഹാലോചന നടത്തിയത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഏട്ടനും കുടുംബം അതെല്ലാം ക്ഷമിച്ചു. എന്തുകൊണ്ട്? അവരുടെ മനസ്സിൽ എനിക്ക് അത്രയും വലിയൊരു സ്ഥാനം ഉള്ളതുകൊണ്ട്. ഒരു കണക്കിന് നോക്കിയ ഈ വരവ് കൊണ്ട് ഏട്ടന് വേദനയല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. പത്മ, ഉദയശങ്കർ അങ്ങനെ ഒരു മാനസിക പ്രശ്നത്തിന്റെ പേരിലൊന്നും വീണു പോയതല്ലല്ലോ. ആ കഴിച്ച ആപ്പിളിൽ എന്തോ. ആപ്പിൾ ഏട്ടൻ കഴിച്ചത് സത്യം. പക്ഷെ അതിനു മുമ്പ് മറ്റാരും ആപ്പിൾ കഴിച്ചില്ല. എന്നിട്ടെന്താ അവർക്കൊന്നും ഇല്ലാത്തൊരു കാര്യം ഏട്ടന് മാത്രം? എടോ, ഈ ഫുഡ് അലർജി എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കണമെന്നുണ്ടോ? നമ്മൾ ഒന്നിച്ചു പോയി കഴിച്ച ഫുഡ് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് തനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അത് ഓരോരുത്തരുടെ ശാരീരികാവസ്ഥ അനുസരിച്ചല്ലേ. താനൊരു കാര്യം ചെയ്യും, ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത് അവസാനിപ്പിക്കുക. അവിടെ വന്ന് ആ വന്ദനയും മക്കളെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കും. വാ, അതല്ലേ അതിൻ്റെ ഒരു ശരി.